ചേലക്കര ചെറങ്കോണത്ത് വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ട് വിൽപ്പനയ്ക്ക്. തൃശൂർ ചേലക്കര മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്റർ ദൂരപരിധിയിൽ ചെറങ്കോണം ആലമ്പുഴ റോഡിൽ 12 സെന്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 10 കിലോമീറ്റർ ദൂരം. 2 കിലോമീറ്റർ പരിധിയിൽ സ്കൂൾ, അമ്പലം, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി. 5 കിലോമീറ്റർ ദൂരത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, ഹോസ്പിറ്റൽ എന്നിവ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400070048 9447175048. തെരുവ് നായക്കടിക്ക് കനത്ത പിഴ, നിലപാട് കടുപ്പിച്ച് സുപ്രീം കോടതി. ചേലക്കരയിലെ തെരുവ് നായ ശല്യത്തിന് പരിഹാരമാകുമോ? കുട്ടികൾക്കും പ്രായമായവർക്കും നേരെയുണ്ടാകുന്ന ഓരോ തെരുവുനായ ആക്രമണത്തിനും സംസ്ഥാനങ്ങൾ കനത്ത പിഴ നൽകേണ്ടി വരുമെന്ന കർശന നിലപാടുമായി സുപ്രീം കോടതി. പൊതുജനത്തിനേൽക്കുന്ന ഓരോ കടിക്കും മരണത്തിനും പരിക്കിനും നഷ്ടപരിഹാരം നൽകുന്നതിനോടൊപ്പം അധികൃതർ ഉത്തരം പറയേണ്ടി വരുന്ന സാഹചര്യം ഒരുക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെയും തദ്ദേശ സ്ഥാപനങ്ങളെയും തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നവരെയും ഉത്തരവാദികളാക്കുമെന്നും അധികാരികളെയും നായപ്രേമികളെയും വെറുതെ വിടാതെ കടുത്ത ഉത്തരവിറക്കുമെന്നും കോടതി സൂചന നൽകി. പ്രശ്നത്തിന് നേരെ കോടതി കണ്ണുകൾ അടയ്ക്കണമെന്ന് നായപ്രേമികൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NV അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ച് വാക്കാൽ പറഞ്ഞു. വിഷയം വൈകാരികമാണെന്ന നായപ്രേമികളുടെ വാദത്തെ പരിഹസിച്ച കോടതി തെരുവ് നായ്ക്കളോട് അത്ര സ്നേഹമാണെങ്കിൽ അവയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം നൽകി പരിപാലിക്കണമെന്നും വളർത്താനാണെങ്കിൽ ലൈസൻസ് എടുക്കണമെന്നും നിർദ്ദേശിച്ചു. മനുഷ്യർക്ക് വേണ്ടി ആരും വാദിക്കുന്നില്ലെന്ന് നിരീക്ഷിച്ച കോടതി തെരുവിലെ അനാഥ കുട്ടികളെ ദത്തെടുത്തുകൂടെയെന്നും ചോദിച്ചു. സുപ്രീം കോടതിയുടെ ഈ കർശന നിലപാട് പുറത്തുവരുമ്പോൾ ചേലക്കരയിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമായി തുടരുന്നത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയാണ്. ചേലക്കര ഗവൺമെന്റ് സ്കൂൾ, MLA ഓഫീസ്, MP ഓഫീസ് എന്നിവ പ്രവർത്തിക്കുന്ന പാലസ് റോഡ്, ചേലക്കര ബസ് സ്റ്റാൻഡ്, LF കോൺവെന്റ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലും മാംസം വിൽപ്പന കേന്ദ്രങ്ങൾക്ക് സമീപവും നായശല്യം മൂലം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പലപ്പോഴും പരാതികൾ ഉയർന്നിട്ടും അധികൃതർ കണ്ണടയ്ക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ജനുവരി 20 കേസിൽ വാദം തുടരാനിരിക്കെ ചേലക്കരയിലെ തെരുവുനായ ഭീഷണിക്ക് അറുതി വരുത്താൻ അധികൃതർ തയ്യാറാകുമോ എന്നാണ് നാട്ടുകാർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.